എനിക്ക് വേറൊരു അഭിപ്രായമുണ്ട്. ഇവിടെ ഒരുപാട് വലിയ വ്യവസായ പ്രമുഖന്മാർ നമുക്കുണ്ടല്ലോ. ആരെങ്കിലും വാതുറന്ന ഒരു അക്ഷരം പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ? ഇത്രത്തോളം വലിയൊരു പ്രശ്നം ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വാതുറന്നൊരു അഭിപ്രായം പോലും പറയാൻ നട്ടലില്ലാത്ത വ്യവസായ പ്രമുഖന്മാരെ എനിക്ക് പുച്ഛമാണ്. അതാണ് ഞാൻ പറയുന്നത്. പാപ്പ അല്ലെങ്കിൽ അച്ഛൻ്റെ ജന്മതീയതി എങ്ങനെ പറയും? ആര് പറയാനാ? അതുപോലെ ജനിച്ച സ്ഥലം, ഉമ്മ അമ്മ ജനിച്ച സ്ഥലം, ജന്മതീയതി, ഇതൊക്കെ ഏത് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഓമാരെ അപ്പൂപ്പന്റെ ജാതകം ചോദിക്കുന്നത്? ബജറ്റ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാൽ രാജ്യം കത്തി നിൽക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകാത്ത വ്യവസായ പ്രമുഖരോട് പുച്ഛമാണ്. ഏത് ക്ഷേമനിധിക്ക് വേണ്ടിയാണ് അമിത്ഷയും മോദിയും അപ്പനപ്പൂപ്പന്മാരുടെ ജാതകം ചോദിക്കുന്നത്? നിങ്ങൾ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകരുത്, ഇതുമായി സഹകരിക്കരുത് എന്ന് സർക്കാർ പറയുമ്പോഴും NPR നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടമാണ്. എല്ലാവരും കേട്ടിരിക്കേണ്ട ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷയുടെ പ്രസംഗം. വേദിയിലുള്ള വിമല ബിനു, അതുപോലെ തന്നെ PK ഫിറോസ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, മെമ്പേഴ്സ് ഓഫ് ദ പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, ബാക്കി ആളുകളുടെയൊക്കെ പേരെടുത്ത് പറയാത്തത് സമയമില്ലാത്തത് കൊണ്ടാണ്. കാരണം എല്ലാവരും ഇവിടെ വിശിഷ്ട അതിഥികൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം ഒരു നോബിൾ കോസ്, അതായത് വളരെ ഉന്നതമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിവിടെ സംഘടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു ഗുരുവായൂർ ഞാനൊരു വലിയ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ, അപ്പോൾ അതിലെ വളരെ പ്രായമായ ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരനാണ് എന്നോട് ഒരു സംശയം ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചാണ്. അദ്ദേഹം ചോദിച്ചു, അതായത് നമ്മുടെ ഈ ഷഹീൻ ബാഗ് സമരം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റി, കാരണം പ്രയോജനം നമ്മൾ ഉടനെ കണ്ടതാണ് ഈ അടുത്ത സമയത്ത്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 82% ഹിന്ദു സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഡൽഹി. അവിടുത്തെ വോട്ടർമാരിൽ 82% ഹിന്ദു സഹോദരങ്ങളാണ്. ബാക്കിയുള്ള ആളുകളിൽ സിഖ് ഭൂരിപക്ഷമുണ്ട്, പിന്നെ ബാക്കിയുള്ളതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ ബുദ്ധിസ്റ്റുകൾ, ബാക്കി എല്ലാവരും കൂടെ ഉള്ളത് 18% മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 82% ഹിന്ദു സഹോദരങ്ങളിൽ 50% അവരുടെ വോട്ടവകാശം BJPക്ക് കൊടുത്തിരുന്നുവെങ്കിൽ എല്ലാ സീറ്റുകളിലും അവർ ജയിച്ചു വരുമായിരുന്നു. ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു. ഇതാണ് ഷഹീൻ ബാഗ് കൊണ്ടുണ്ടായ പ്രയോജനം. ഷഹീൻ ബാഗ് കൊണ്ടുണ്ടായ പ്രയോജനമാണ്. കാരണം ഈ സഹോദരങ്ങൾ കണ്ണു തുറന്ന് കാണുകയാണ് സ്ത്രീകളുടെ മുറവിളി, നമ്മുടെ സഹോദരിമാരുടെ മുറവിളി അവർ കാണുകയാണ്. അവരെപ്പോഴും, സ്ത്രീകളെപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എന്ത് ഭരണകൂട ഭീകരത വന്നാലും ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമാണ്. അപ്പോൾ സ്ത്രീകൾ മുമ്പോട്ട് ഇറങ്ങരുത് എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഒരു ഹിന്ദു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, ഞാനത് ഒരു വേദി പറയുകയും ചെയ്തു. നിങ്ങളുടെ സ്ത്രീകളെയൊക്കെ പിടിച്ചകത്ത് വെച്ചേക്ക്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഞങ്ങളുടെ സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യാം, എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ അഭിപ്രായം പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു, ഇവരാരും പറയുന്നത് നിങ്ങൾ കേൾക്കരുത് ഒരിക്കലും. ആത്മീയ നേതൃത്വം നിയന്ത്രിക്കാൻ, ആത്മീയ നേതൃത്വം കൊണ്ടു നടക്കാനുള്ളവർ അത് കൊണ്ടു നടക്കണം. അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ ഒന്നുകിൽ അത് ബുദ്ധികേടും വിവരക്കേടുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി പറയുന്നതായിരിക്കും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കിയുള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. മാത്രമല്ല, എനിക്ക് വേറൊരു അഭിപ്രായമുണ്ട്. ഇവിടെ ഒരുപാട് വലിയ വ്യവസായ പ്രമുഖന്മാർ നമുക്കുണ്ടല്ലോ. ആരെങ്കിലും വാതുറന്ന ഒരു അക്ഷരം പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ? അവരുടെ വ്യാപാരം വളർത്താൻ ഈ ജനങ്ങളൊക്കെ തന്നെയല്ലേ അവരുടെ വ്യാപാരം വളർത്തുന്നത്, ഇവിടെ ആയാലും വിദേശത്തായാലും. പക്ഷേ ഇത്രത്തോളം വലിയൊരു പ്രശ്നം ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വാതുറന്നൊരു അഭിപ്രായം പോലും പറയാൻ നട്ടലില്ലാത്ത വ്യവസായ പ്രമുഖന്മാരെ എനിക്ക് പുച്ഛമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് ആരെ ഭയക്കണം, ആരെ ഭയക്കണമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഡൽഹിയിലെ ജനങ്ങൾ ആരെയും ഭയന്നില്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ. ഇതേപോലെ ഭാരതത്തിലെ ജനങ്ങൾ ഇനി ആരെയും ഭയക്കാൻ പോകുന്നില്ല. ഈ നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ്. അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പം വായൊക്കെ അടഞ്ഞല്ലോ. മറ്റേത് അഭിപ്രായങ്ങളല്ലേ, മൊത്തം കൊട്ടിക്കോഷിക്കല്ലേ, അലർച്ചയല്ലേ കാണുന്നത്. നമ്മൾ എല്ലാത്തിനെയും പറഞ്ഞയക്കും, എല്ലാത്തിനെയും അറബിക്കടലിലെടുത്തെറിയും. ഈ പറയുന്നവന്മാരെയൊന്നും ഇപ്പോൾ വാറൊക്കെ നമ്മൾ കേൾക്കുന്നില്ലല്ലോ.
താമസിയാതെ അവരെ ആ മുഴുവനായിട്ട് അടയും. അതിന് സംശയമൊന്നും വേണ്ട, അത് കണക്കാക്കിയാൽ മതി. കാരണം ജനങ്ങൾ വിചാരിച്ചാലുണ്ടല്ലോ, ജനങ്ങൾ സംഘടിച്ചാൽ, ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ ഒരു ഭരണകൂടത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചരിത്രം നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അതാണ്. ഇവിടെ ഹിറ്റ്ലറുടെ കാര്യം നമ്മൾ കണ്ടതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇനി ആരെയും ഹിറ്റ്ലറുമായിട്ട് ഞാൻ ഉപമിച്ചു എന്ന് വരുത്തണ്ട, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി കേട്ടോ. ഇതേ ഉള്ളൂ. അപ്പം ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് കൊണ്ട് കുറേ നാൾ എല്ലാവരെയും കളിപ്പിച്ചൊക്കെ നടക്കാം. എന്ന് എല്ലാവരെയും കളിപ്പിക്കാൻ ഒക്കത്തില്ല. ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പരാധീനത, അത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അത് മറയ്ക്കണമെങ്കിൽ എന്താ മാർഗം? അവിടെ അടിയുണ്ടാക്കിയാൽ മതി, എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കണം. പൗരത്വം സംശയിക്കപ്പെടുന്ന പാവങ്ങൾ, അവരെ കാൽ കീഴിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് അവർ കാണുമ്പോൾ അവർ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കൂ? ഇല്ലല്ലോ. അവരുടെ പൗരത്വം എങ്ങനെ രക്ഷിക്കണം, സംരക്ഷിക്കണം, അതിലേക്കായിരിക്കും ശ്രദ്ധ. അതിലാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് പിടിച്ചു നിൽക്കുന്നത്. ഭരണകൂടം പിടിച്ചിരിക്കുന്നത് അതിലാണ്. കാരണം അത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. GDP ഏറ്റവും തകർന്നടിഞ്ഞു കഴിഞ്ഞു ഭാരതത്തിൻ്റെ. ഒരിക്കലും ഭാരതം ഒരു 25 വർഷത്തേക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറത്തില്ല. മണ്ടൻ തീരുമാനങ്ങൾ അതുമൂലം ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഇന്ത്യ കരകയറത്തില്ല. എളുപ്പമല്ല. ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തന്നെ അഭിപ്രായപ്പെട്ടുള്ളതാണത്. അപ്പം ഇതൊക്കെ നമ്മൾ കാണണം. നമ്മുടെ സഹോദരിമാർ എത്ര നാളോ, ഞാൻ പറയുന്നത്, എത്ര നാൾ വേണമെങ്കിലും ഭരിച്ചോട്ടെ, ഭരണമാണല്ലോ വേണ്ടത്. പക്ഷേ ഈ ജനങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, അവർ പരിഭ്രാന്തിയിൽ അവരെ ആഴ്ത്തുക, ആശങ്കയിൽ ആഴ്ത്തുക, ഇതൊക്കെയാണോ വേണ്ടത് ഭരണകൂടം ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കോടതി തീരുമാനിക്കേണ്ട വിഷയമായിട്ട് ആരും കണക്കാക്കണ്ട. ഈ കോടതി തീരുമാനിക്കേണ്ട വിഷയമല്ല. എൻ്റെ പൗരത്വം സംശയിക്കപ്പെടുമ്പോൾ അതെൻ്റെ വൈകാരികമായ പ്രശ്നമാണ്, എൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. അതായത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം പറയുന്നത് ഒരു പൗരൻ്റെ ജീവനോ അതുപോലെ സ്വാതന്ത്ര്യമോ കവർന്നെടുക്കണമെങ്കിൽ അത് നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ ഒരാളെ കൊല്ലാം. കാരണം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ആ കേസിൽ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയാണ്. കൊല്ലാം. പക്ഷേ ഒരാളെ കൊല്ലാം, പക്ഷേ അയാളുടെ ഡിഗ്നിറ്റിയെ കവർന്നെടുക്കാൻ, അയാളുടെ അന്തസ്സ് കവർന്നെടുക്കാൻ ആ ഭരണഘടനയെ വകുപ്പില്ല. അതാ ചിന്തിക്കേണ്ടത്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് വ്യത്യാസം. ഒരാളുടെ ജീവൻ വരെ അപഹരിക്കാം നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ, പക്ഷേ അയാളുടെ ഡിഗ്നിറ്റി, അന്തസ്സിനെ അപഹരിക്കാൻ ഒക്കത്തില്ല. ഒരു നിയമം മൂലവും ഭരണഘടന മൂലവും ഒക്കത്തില്ല. എൻ്റെ അന്തസ്സെന്ന് പറയുന്നത് വൈകാരികമായ എൻ്റെ പ്രശ്നമാണ്. എൻ്റെ അന്തസ്സ്, അത് മാത്രമല്ല എൻ്റെ പൗരത്വം, അത് സംശയിക്കപ്പെടുമ്പോൾ ആ പ്രശ്നം കോടതി വഴിയല്ല പരിഹരിക്കേണ്ടത്. ഇതിന് പ്രതിവിധി കൊടുക്കേണ്ടത് ഭരണകൂടം തന്നെയാണ്. കാരണം നമ്മൾ വോട്ട് വാങ്ങി അങ്ങോട്ട് ജയിച്ച് അവിടെ കയറിയിരിക്കുക. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കത്തില്ല കേട്ടോ ജയിച്ചത്, അതായിരിക്കാം കാര്യം. കയറി ഇരിക്കുക, അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രൽ കാർഡ് പോലും എടുക്കത്തില്ലല്ലോ, ഇവിടെ പാസ്പോർട്ട് എടുക്കത്തില്ല. പാസ്പോർട്ട് ഇതൊക്കെ ആര് പറഞ്ഞു എന്നിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിക്കും. അമിത്ഷായുടെ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കിക്കോളൂ. അമിത്ഷായുടെ അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞ എന്താണ്? പാസ്പോർട്ട് രേഖയാണോ? അല്ല. ഇലക്ട്രൽ കാർഡ് രേഖയല്ല, ആധാർ കാർഡ് രേഖയല്ല, പാൻ കാർഡ് രേഖയല്ല, ഇതൊന്നും പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്നാണ് അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ എവിടുന്ന് പറയുന്നു? ആളുകളെ വെറുതെ ആശങ്കയിലാഴ്ത്തുകയാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, രണ്ട് കാര്യത്തിനെ വാതിറക്കാറുള്ളൂ. ഒന്ന് ആഹാരം കഴിക്കാനും മറ്റേത് കള്ളം പറയാനും. അത് തന്നെ കാര്യം. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയത്, ഡീറ്റൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കിയതെന്ന്. അതിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്തു വിദേശ മാധ്യമങ്ങളെല്ലാം സാറ്റലൈറ്റിൽ നിന്ന് എടുത്ത്. മിണ്ടുന്നില്ലല്ലോ. അത് മാത്രമോ, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും സർക്കുലർ അയച്ചതിന് ശേഷമാണ് ഈ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ ഡീറ്റൻഷൻ സെൻറ്റേഴ്സ് എങ്ങും ഉണ്ടാക്കുന്നില്ല എന്ന്. എന്താണ്, ആരെ നമ്മൾ വിശ്വസിക്കണം? എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ ഡീറ്റൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കാൻ കേരളത്തിന് വരെ ഡയറക്ഷൻ കൊടുത്തിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ ബോധമുള്ള ബുദ്ധിയുള്ള ജനങ്ങളുണ്ട്, അവർ തിരിച്ചറിയും. എന്തെങ്കിലും ഒരു കാലത്ത് ഇത് മനസ്സിലാക്കും ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.